ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കർണാടക സ്റ്റൈൽ പുളിയോഗരയാണ്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: വെളുത്തുള്ളി, റെഡ് ചില്ലി, ദാൽ, പിന്നെ കറിവേപ്പില, കടല, മഞ്ഞൾ, പിന്നെ കടുക്. പിന്നെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് MTR പുളിയോഗര. പിന്നെ 4 കപ്പ് റൈസ്, ബാസ്മതി റൈസാണ്. ഗ്യാസ് ഓൺ ചെയ്യുക. പാന് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പാനിപ്പോൾ ചൂടായി വന്നു. അതിലോട്ട് ഞാൻ ഓയിൽ ഒഴിക്കുക. ഓയിലിനെ ഒന്ന് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓയിൽ ചൂടായിരിക്കുക. അതിലോട്ട് ഞാൻ കടുക് ഇടുന്നുണ്ട്. റെഡ് ചില്ലി ഇടുന്നുണ്ട്. ഇളക്കി കൊടുക്കുക. അതിലോട്ട് ഞാനിപ്പോൾ ദാലിടുന്നുണ്ട്, അതായത് പരിപ്പ്. വെളുത്തുള്ളി ഇടുക. അത് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഫ്രൈ ആയി വന്നു. അതിലോട്ട് ഞാനിപ്പോൾ കറിവേപ്പില ഇടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിലോട്ട് കടല എന്ന് പറയുന്ന ഇത് ഫ്രൈ ചെയ്ത കടല അല്ല, പച്ചക്കടലയാണ്. പിന്നെ മഞ്ഞൾ ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ. ഒന്ന് എല്ലാം നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ലോണം മിക്സായി വരുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ഹാഫ് ബൗൾ എന്ന് വെച്ചാൽ ഒരു 7 സ്പൂണ് MTR പുളിയോഗര ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ മെയിനായിട്ട് ഗ്യാസ് സ്ലിമ്മിൽ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ ഓയിൽ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. വാട്ടറായിട്ട് വെള്ളം ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല പുളിയോഗരയിൽ. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഓൾമോസ്റ്റ് 7 to 15 ഡേയ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഓയിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മറക്കണ്ട, സ്റ്റൗ സ്ലിമ്മിലിരിക്കണം.
അതിലോട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്. പിന്നെ ഓൾറെഡി ഞാൻ റൈസിലോട്ട് ഞാൻ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഞാൻ 1 കപ്പ് റൈസ് ഇടുന്നുണ്ട്. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. മസാല ഫുൾ റൈസിൽ ഇതായിട്ടുണ്ടാവണം. പിന്നെ വൈറ്റ് റൈസായിട്ട് കാണാൻ പാടില്ല. ഫുള്ള് നല്ലോണം മിക്സ് ആയിരിക്കണം. എല്ലാം ഓൾമോസ്റ്റ് മിക്സ് ആയിട്ടുണ്ട്. നോക്കൂ, ഒറ്റയടിക്ക് എല്ലാ റൈസ് ഇട്ട് മിക്സ് ചെയ്യാൻ നോക്കല്ലേ. അതാകുമ്പോൾ അങ്ങനെ ആയാൽ റൈസും മസാല എല്ലാ സ്ഥലത്തും പിടിക്കൂല. സോ ഇതിലോട്ട് ഞാൻ ഇനിയൊരു കപ്പും കൂടി റൈസ് ഇടാൻ പോവാം. ഇതും അതുപോലെ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 കപ്പായി. ഈ 3ാമത്തെ കപ്പ് ഞാൻ ഇടാൻ പോവാ. എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി 4ാമത്തെ കപ്പ്. മസാല എല്ലാ പ്ലേസിലും കറക്റ്റായിട്ട് റീച്ച് ആവുന്ന പോലെ നോക്കുക. അവിടെയോ മസാല കട്ടി നിൽക്കാതെ നോക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇല്ലെങ്കിൽ കഴിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ മസാല മാത്രമേ കിട്ടൂ. അതുകൊണ്ടാണ്. അപ്പോൾ നല്ലോണം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കടല ഓപ്ഷനാണ് കേട്ടോ ഇടാൻ. എന്നുവെച്ചാൽ ഓൾറെഡി MTR മസാലയിൽ ഇച്ചിരി കടല ഉണ്ടാവും. പക്ഷേ കഴിക്കാൻ നേരത്ത് നമുക്ക് കടല കിട്ടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ കടല ഇട്ടതുള്ളൂ. ഓക്കെ, നമ്മൾ ഇത് പുളിയോഗര റെഡിയാണ്. ഞാൻ അതിന് ബൗളിലോട്ട് മാറ്റുക. ഇതിൻ്റെ കൂടെ തൈരും കൂട്ടി കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.